വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, അത് കണ്ട ഒരു ലാബ് പോലെ ഉണ്ടല്ലോ. അതെ, അത് ഡോക്ടർ കോജിയുടെ ലാബാണ്. അതൊരു മൊബൈൽ ലാബാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അയാൾ പോകുന്നുണ്ട്. ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് സയന്റിസ്റ്റിനെ കണ്ടുപിടിച്ചേ പറ്റൂ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, വാ ഞാനും നിന്റെ കൂടെ വരാം. അപ്പോഴേക്കും നിങ്ങൾ കഴിക്കാൻ ചായയും കടിയും ഓർഡർ ചെയ്ത് വെക്കൂ. വരാം. ശരി ശരി, ഓക്കേ. സൂക്ഷിച്ച് ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, നീ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ ഈ നടക്കുന്നേ? അത് എല്ലാരും മുമ്പിൽ നിന്ന് മാറുവോ? സോറി സോറി സോറി. അതെ വലിയേട്ടാ, എന്തായി സംഭവിക്കുന്നത്? വരൂ നമുക്ക് പോയി നോക്കാം. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഒന്ന് നിക്ക്, ഞാനും വരാം. അവിടെ ഡേഞ്ചർ ആണ്. സോറി, ഞാൻ കാരണം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഓ, അത് നിങ്ങളായിരുന്നു അല്ലേ? നോക്കൂ നിങ്ങൾ എന്താ ചെയ്തെന്ന്. ഇപ്പൊ എന്റെ കെമിക്കൽ മോശമായിരിക്കുന്നു. ആരിത് തൊട്ടാലും അവർക്ക് പെട്ടെന്ന് ചൊറിച്ചിൽ വരും. അതെങ്ങനെ ഇത് തൊട്ട ശരീരം മുഴുവൻ ചൊറിയ? ഏയ് വേണ്ട 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 വേണ്ട, ഇതേലെ തൊടാൻ പാടില്ല. തൊട്ടല്ലോ. എവിടെ? എനിക്ക് ചൊറിയുന്നൊന്നുമില്ലല്ലോ. എന്താ ഇപ്പോഴൊന്നും മിണ്ടാത്തത്? എടാ വിട്, ഇതെന്താ നീ ചെയ്ത്? ആദ്യം ഞാൻ പറയണത് മുഴുവൻ കേൾക്കണമായിരുന്നു. നിന്റെ ശരീരമല്ല ചൊറിയണേ, നീ ആരെയാണോ തൊടുന്നത് അവരുടെ ശരീരമായിരിക്കും ചൊറിയുന്നത്. നിങ്ങളിപ്പോ തൊട്ടു, നിങ്ങൾക്ക് എന്താ ചൊറിയുന്നത്? താൻ ആരാടോ? പറഞ്ഞു മുഴുവിക്കുന്നതിന് മുമ്പ് തന്റെ ജോലി താൻ തുടങ്ങുമല്ലോ. അയ്യോ, ഇതെന്താ താൻ ചെയ്തിരിക്കുന്നത്? ഞാൻ തന്നെ വെറുതെ വിടൂല. എനിക്ക് അവിടെ ചൊറിയുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ അയ്യോ, ഈ ചൊറി ഉണ്ടാക്കുന്ന കൈ ഞാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ബോക്സിനകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി ഞാൻ ആരും തൊട്ടാലും ചൊറിയില്ലല്ലോ. എന്താ മോട്ടു ഇത്? അകത്തിന്ന് എന്താ ഇത്ര വലിയ ബ്ലാസ്റ്റിന്റെ ശബ്ദം കേൾക്കുന്നത്? മോട്ടു അല്ലേ അകത്തേക്ക് പോയി പുറത്തേക്ക് വന്നത്? ബ്ലാസ്റ്റ് ആവാൻ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്ന് ഞാൻ പറയാം, ഓടിക്കോ. അതേ പത്ലു, വരൂ വേഗം ഓടാം. പത്ലുവിന് എന്താ ചെയ്യുന്നത്? മോട്ടു അവിടെ നിൽക്കേ. എവിടെയാണ് ആ മനുഷ്യൻ? എവിടെയാ? പിടിക്കാളെ പെട്ടെന്ന്. ഹലോ മോട്ടു, സുഖമായിട്ടിരിക്കുന്നോ? കണ്ടിട്ട് എത്ര നാളായി. എടോ കൈ കൊടുക്കണു. എനിക്ക് ഒരു ക്ഷയിക്കാൻ തരാൻ വേണ്ടി ഞാൻ എന്റെ കൈ മുന്നോട്ട് കൊണ്ടുവന്നപ്പോ എനിക്ക് കൈ തരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് താൻ വിചാരിച്ചോ? എനിക്ക് ക്ഷയിക്കാൻ തരാൻ തനിക്ക് സമ്മതമല്ലേടോ മോട്ടു? എന്നെ അപമാനിക്കാൻ തനിക്ക് അത്രയ്ക്ക് ധൈര്യം? ഇതാ പിടിച്ചോ. അല്ല, എന്താ ഈ കാണിച്ച ബോക്സറേട്ടാ? അടിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഫുർഫുരി നഗറിൽ ഇത് തന്നെ ആയിരുന്നില്ലേ ജോലി? പിന്നെ ഇവിടെ വന്ന് ഇതാണോ ചെയ്യുന്നത്? അയ്യോ അല്ല, സോറി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. വിദേശ രാജ്യത്ത് വരുമ്പോ ഞാൻ കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെരുമാറണമായിരുന്നു അല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യേ, ഞാൻ മോട്ടിനടുത്ത് സോറി പറഞ്ഞത് പോയി പറഞ്ഞിട്ട് വാ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? വരൂ നമുക്ക് ഓടാം. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഈ മിഷൻ സക്സസ്ഫുൾ. എത്ര വലിയ കഷ്ണം ഇരുമ്പാന്ന് പറഞ്ഞാലും ഇത് അതിന്റെ പുറത്തൊഴിച്ച അതങ്ങോട്ട് ഉരുകിപ്പോവും.
പിടിക്ക് പിടിക്ക്, ഇയാൾ ആ മനുഷ്യൻ തന്നെയാ. പത്തലു വേഗം ഓടിക്കോ. വേണ്ട, അവിടെ നിക്ക്. നമുക്ക് ചോദിക്കാം എന്താ സംഭവിച്ചെന്ന്. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് പറയൂ എന്താ സംഭവിച്ചത്. ഇപ്പൊ പറഞ്ഞു തരാം. വേഗം വരൂ, മോട്ടുപത്തിലെന്തോ ആപത്തിൽ കുടുങ്ങിയിരിക്കുക. അവരെ രക്ഷിക്കണം. അല്ല, നിങ്ങൾ ആരാന്നൊന്ന് പറ. ഞങ്ങളെല്ലാവരും ഇവന്റെ കൂട്ടുകാരനാ. ഇത് മോട്ടു, ഞാൻ പത്തലു. ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ ചിങ്കൻ സാർ, ഗസീറ്റാറാം, ഡോക്ടർ ജഡ്ക. കൂട്ടുകാരാണത്രേ. ആദ്യം ഇവരെ സ്വാഗതം ചെയ്യാം, പിന്നെ നമുക്ക് പറയാം. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതെന്താ? എവിടുന്നാ ഈ തേങ്ങയൊക്കെ വന്ന് വീണേ? വേഗം വരൂ, അവരെനിക്ക് വിളിക്കും, നമുക്ക് ഓടാം. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എല്ലാരും ഹെൽമെറ്റ് ഇട്ടോളൂ, വേഗം നമുക്ക് പറക്കാം. മോട്ടു, മര്യാദയ്ക്ക് പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി നിനക്ക് പണി തരും. പറയാം ഞാൻ. എന്റെ ഈ കൈ കൊണ്ട് തൊട്ടാൽ എല്ലാവരും ചൊറിയാൻ തുടങ്ങും. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു കെമിക്കലിൽ പോയി തൊട്ടതാണ്. കുഴപ്പമില്ല മോട്ടു. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വേഗം ഇവിടുന്ന് മുന്നോട്ട് പോവാം. ഇന്ന് ബാങ്ക് അവധിയാണ്. ഇന്ന് ചാൻസ് കിട്ടും എല്ലാം മോഷ്ടിക്കാൻ. പിടിക്കാളെ. ബൈ ബൈ, നന്നായിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടോ. വിചാരി എവിടെയാണ് ബോസ്? നോക്കൂ, അവിടെയാണ് ഖജനാവ്. ഓഹോ, എത്ര കഥമാണ് ഇവന്മാരുണ്ടാക്കണേ. വളരെ ശരിയാ, ഒരുപാട് ഡോറുകളുണ്ട് ബോസ്. ബോസ്, ഇത്രയും കാശ് കൊടുക്കി നമ്മൾ കോടീശ്വരന്മാരാകും അല്ലേ? പെട്ടെന്ന് പോ. ഓടിക്കോ. പൊളിക്കടത്തല്ല, അതെങ്ങനെ ഇത് തൊട്ട ഞങ്ങളുടെ കയ്യിൽ ചൊറിയാ? നീ എന്തോ ഞങ്ങളുടെ മറച്ചു വെക്കുന്നുണ്ടാ. അവിടുന്ന് നീ എന്തോ അടിച്ചു മാറ്റി വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. എനിക്കിപ്പോ മനസ്സിലായി, ആ പെട്ടിക്കകത്ത് സമോസ ഒളിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഈ പെട്ടിക്കകത്ത് എന്താ നമുക്ക് നോക്കണം. അതങ്ങ് കാട്ടെ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഇത് കാലി പെട്ടിയാണല്ലോ. മോട്ടു, സത്യം പറഞ്ഞോ, നിന്റെ പിന്നിൽ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്ന? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ കയ്യെ പിടിക്കരുതെന്ന്. പറഞ്ഞതാരും കേട്ടില്ലല്ലോ. എല്ലാവരും നല്ലോണം അനുഭവിച്ചോ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതാരും വിശ്വസിച്ചില്ല? ഇപ്പൊ പണി കിട്ടിയപ്പോ മനസ്സിലായോ? അത് കണ്ടോ, അവന്മാര് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്റെ അമ്മോ, എത്രയും വലിയ കള്ളന്മാരെ ഇവന്മാരെ വെറുതെ വിടരുത്. വരൂ. ഇവന്മാരുടെ പിന്നെ വന്നാ. അല്ല, ഇവന്മാരെന്റെ പുറകെ കൂടിയിരിക്കുകയാണല്ലോ. പിടിക്കവന്മാരെ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. ഐഡിയ. ആദ്യം ഷെയ്ക്കാൻഡ് തരൂ. എന്നിട്ട് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിന്ന് ചൊറിഞ്ഞോളൂ. എന്റെ അടുത്ത് വരല്ലേ. വേണ്ട. നിങ്ങളിങ്ങനെ നിന്നാൽ എങ്ങനാ? നിങ്ങളും നിന്ന് ചൊറിഞ്ഞോ? എന്താ ഇത്? അടിക്കാളെ.
അല്ല ഇപ്പൊ ഞാനെന്താ ചെയ്യാ? അയ്യോ, ഈ മനുഷ്യൻ എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് എന്നെ തൊലയ്ക്കാൻ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ. ഇത്ര നാൾ എന്റെ ജോലി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് നിങ്ങളാണ് ചേട്ടാ. ഇനി ഞാൻ നിങ്ങൾ എവിടെയൊക്കെയാണ് തൊടേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. ഞാൻ തൊടുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചൊറിയാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, എന്നെ തുടരുത്, എന്നെ തുടരുത്. കൊടുക്കത്തല്ലോ, ഞാൻ നിങ്ങളെ തൊട്ടേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ലെന്നേ. ഞങ്ങള് മോളിന്ന് കണ്ടൂട്ടാ, നീ ബാങ്കിൽ നിന്ന് പണം മോഷിച്ച് പോകുന്നത്. നിന്നെ തൊടുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല സയന്റിസ്റ്റേ. നിന്റെ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. എന്തൊക്കെയാ സയന്റിസ്റ്റേ, നന്നായിട്ടുണ്ടോ? ബാങ്ക് കൊള്ളയടിക്കാൻ അത്രയ്ക്ക് കൊതിയാണ് നിനക്ക്. ഇന്നോ വാങ്ങിച്ചോ. ഓഹോ, ഡോക്ടർ കോജി ഇപ്രാവശ്യം പെട്ടുവല്ലേ? താങ്ക് യു മോട്ടു പത്ലു. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഒന്ന് നിക്ക്. ആദ്യം എല്ലാവരുടെയും ചൊറിച്ചല് മാറ്റിയെടുക്കാം, അതിനുശേഷം മതി. എന്നാ നിങ്ങളും പിടിച്ചോ. താങ്ക് യു സാർ. ഈ സയന്റിസ്റ്റ് അയാളുടെ പുതിയ സയൻസ് പരീക്ഷണങ്ങൾ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇയാളെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇനി തനിക്ക് ജയിലിൽ പോയി വിശ്രമിക്കാം. താങ്ക് യു വൺസ് അഗൈൻ മോട്ടു സാർ, പത്ലു സാർ. വരൂ ഡോക്ടർ കോജി. അതെ പോലീസ് സാറ്, എനിക്ക് ഈ മനുഷ്യന്റെ അടുത്ത് പോലും ഇരിക്കണ്ട, എന്നെ എവിടെങ്കിലും കൊണ്ടുപോകും. വളരെ നന്ദി. എന്നാ പിന്നെ വേഗം എല്ലാവരും ചായയും പലഹാരം ഓർഡർ ചെയ്യൂ. അതുവരെ ഞാൻ ഈ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിക്കട്ടെ. അല്ല, എന്താ ഇത്? ഒരു കവറുണ്ടല്ലോ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു മെസ്സേജ് ആണെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി 1 മാസത്തേക്കുള്ള പ്രൊഫഷൻ സാധനങ്ങൾ ആ കാണുന്ന സൺസെറ്റ് കേവിനകത്ത് വെച്ചിട്ട് പോകേണ്ടതാണ്. അല്ല, എനിക്കിതിലൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ആ കേവിനകത്ത് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. സാർ, ഈ ലെറ്റർ എന്റേതാണ്, എനിക്ക് തരൂ. എനിക്കിത് വായിക്കണം. സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ, അതെനിക്ക് തരൂ. തരാനാ പറഞ്ഞത്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. അല്ല, ഇതെന്താ ചെയ്ത്? അല്ല, എനിക്ക് ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കി വെച്ചോ? പിടിക്കവരെ. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ കടലിൽ പോകുന്നു. ചേട്ടാ മൂട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ. അത് കുഴപ്പമില്ല, എനിക്കതിൽ എഴുതിയതുപോലെ ആ സൺസെറ്റ് ക്യാബിനകത്ത് പോയേ പറ്റൂ. നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ശരി, പറഞ്ഞാലും ശരി. ആ ലെറ്ററിനകത്ത് എന്തോ ഒരു രഹസ്യം അടങ്ങിയിരിപ്പുണ്ട്. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മൃഗം ഇപ്പോൾ എഴുന്നേൽക്കാൻ തുടങ്ങി. പൊളിക്കത്തല്ല, എപ്പോഴൊക്കെ മോട്ടുന്റെ അകത്തുള്ള മൃഗം പുറത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ നമ്മള് പ്രശ്നത്തിൽ കൊടുക്കാറുണ്ടട്ടാ. നോക്കൂ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എന്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഇനി വരാൻ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും വരണ്ട. വേഗം വരൂ, അവൻ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അത് ശരി, ഏതോ പുതിയ വിരുന്നുകാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെൽക്കം. ഇവന്മാരാരാ? ഇവന്മാര് നമ്മുടെ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ സാർ, മിസ്റ്റർ സോം ഇവരെ രാവിലെ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടായിരുന്നു. ഇവരും ആ ലെറ്റർ വായിച്ചെന്നാണ് തോന്നുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യം. മിസ്റ്റർ സ്നോവിന്റെ ഷോ ആർക്കും തകർക്കാൻ സാധിക്കില്ല. എന്റെ അമ്മോ, ഇത് ശരിക്കും അടിപൊളി തന്നെ. നമുക്ക് ഒന്നും കൂടി പോകാം. ഈ ഐസ് കട്ടയിൽ സ്കേറ്റിംഗ് നടത്താം. ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ നമ്മള് സ്ലൈഡിംഗ് നടത്തി താഴേക്ക് വരില്ലേ, അതുപോലെ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് നടത്താം. എന്ത് പറയുന്നു? എന്ത്
എന്റെ മേത്തിരുന്നു കൊണ്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ ഇരുന്നത് പോലെ എൻജോയ് ചെയ്തോണ്ട് വന്നോ? എന്റെ ഉള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന മൃഗം ഇപ്പോൾ വളരെ ശക്തിയോടെ എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മൾ വീണ്ടും അവിടേക്ക് പോയേ പറ്റൂ. വരൂ, പോവാം. വലിയേട്ടാ, വേഗം ആ ഫ്ലൈയിങ് ഹെൽമെറ്റ് എടുക്കൂ. ചേടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ഹെൽമെറ്റ് കൊണ്ടുവരാൻ മറന്നു, സോറി. വലിയേട്ടാ, പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നമുക്ക് വീണ്ടും നടന്നു തന്നെ പോവാം. വരൂ. അയ്യോ, എനിക്ക് ടയർഡായല്ലോ. ഐഡിയ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഫാസ്റ്റായിട്ട് ഇത്ര പതുക്കെ പോയാൽ എപ്പ എവിടെ എത്താനാ? പറ. അത് ഇങ്ങനെ എവിടെയും പറക്കുന്നത്? ഇവിടെയാണോ? എവിടെയാണെന്ന് കണ്ടുപിടിക്കണട്ടാ. പക്ഷെ ഈ ഡോക്ടർ ജഡ്കനെ എവിടെയും കാണുന്നില്ലല്ലോ. എന്റെ വലിയേട്ടാ, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, അവിടെ നോക്കിയാൽ എങ്ങനെയാ? ഇവിടെ താഴെ നോക്ക്. ചങ്കേന്റെ ബ്രോ, ഇതെങ്ങനെയുണ്ട്? ഇതില് വീൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മോട്ടറിലാണ് റൺ ആവുന്നത്. ഇത് നമ്മളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? മോട്ടോ ഗസേറ്റാറാം ചിങ്കം സാറേ, ഇയാൾക്കൊരു പണി കൊടുക്കണം നമ്മള്. ഇയാള് നമ്മളെ വീണ്ടും പറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്താണോ അയാളെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തേക്ക്. ഡോക്ടർ ജഡ്ക, ഇനി കണ്ടോളൂ എത്ര സ്പീഡിലാ പോവാൻ പോകുന്നതെന്ന്. നിങ്ങളാണോ വേഗം പോകുന്നത്, ഞങ്ങളാണോ വേഗം പോകുന്നത് എന്ന്. നിങ്ങളുടെ വീല് ഫുൾ സ്പീഡിൽ വെച്ചോളൂ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനിതാ ഇപ്പൊ തന്നെ ചെയ്യാം. നിങ്ങളെന്താണ് ചെയ്യുന്നത്? അയ്യോ, എന്റെ മുതുക് വേദനിക്കുന്നേ. ഇതുപോലെയൊന്നും ആരെയും ദ്രോഹിക്കാൻ പാടില്ല. എന്റെ നടുവ് പോയി. എന്റെ ഡോക്ടർ ജഡ്ക, കരച്ചിലൊന്ന് നിർത്ത്. നമ്മള് മുകളിൽ എത്തി കഴിഞ്ഞില്ലേ? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ എന്തിനാ കരയുന്നേന്നോ? എല്ലാവരും ചേർന്ന് എന്നെ എങ്ങനെയാക്കിയത് നോക്കൂ. ഓക്കെ, ഇനി കരയാനുള്ള സമയമൊന്നുമില്ല. വേഗം വരൂ. ഈ ഭാഗത്തൊരു വഴി കാണുന്നുണ്ട്. ഇനി അതിൽ കൂടെ പോകുന്നതായിരിക്കും ശരി. പൊളിക്കടത്തല്ലോ, ഒന്ന് നിന്നേ. ഞാൻ ഇദ്ദേഹത്തിന്റെ ഡ്രസ് ഒന്ന് ശരിയാക്കിട്ട് വരാട്ടാ. എങ്കിൽ വരൂ, അതുവരെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. ദൈവന്മാര് വലിയ വാശിയുള്ളവരാ. പിന്നെ വന്നിരിക്കുന്നു, എന്താ ചെയ്യാ? ആ, ഇതാണ് കറക്റ്റായ സ്ഥലം. അല്ല, ഈ മഞ്ഞുവാതില് പെട്ടെന്ന് എങ്ങനെ നമ്മുടെ മുൻപിൽ വന്നത്? അത് ശരിയാണല്ലോ. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഈ മഞ്ഞുവാതിൽ മാന്തി പൊട്ടിച്ചെടുക്കുന്നത് കണ്ടോ? അതെ ചിങ്കം സാറേ, പത്ലു, നിങ്ങൾ എവിടെയാണ് പോയത്? അല്ല, ഇത് കൊള്ളാലോ. നിങ്ങൾ മഞ്ഞിനകത്ത് ഒളിച്ചിരുന്ന് സമയം പോക്കുകയാണല്ലേ. എന്നാൽ ഞാൻ മാത്രമോ ഇവിടെ നിന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞ? എന്റെ കൈകൾ കിടന്ന് തരിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞ? ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്നോ? സോറി, തെറ്റുപറ്റിപ്പോയി. വരൂ, നമുക്ക് മുന്നോട്ടേക്ക് പോവാം. വരൂ വരൂ വരൂ, പോവാം. ഭയങ്കര വാശിയുള്ളവരാന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യൂ സാർ. അല്ല, ഈ തണുപ്പത്തും എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ചൂടാവുന്നത്? എന്താ ഇത്? വലിയേട്ടനും ഗസീട്ടാറാമും ഒക്കെ എവിടെയാ ഉള്ളത്? അവരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അത് ശരി, രണ്ടുപേരും ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങൾ ഇവിടെ തീയില് കത്തി ചാമ്പലാവണം അല്ലേ? പിടിച്ചോ. അമ്മോ, മോട്ടു, ഇവിടുന്ന് വേഗം വായോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഞാനും അതന്നല്ല ആദ്യം പറഞ്ഞത്. പെട്ടെന്ന് ചെയ്യാ. അയാൾ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉള്ളി ഒളിപ്പിച്ചു വെക്കുക. പെട്ടെന്ന്. അയ്യോ, ഇതെന്താ ഇത്? വേണ്ട,
വേണ്ട, എന്റെ ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള സാധന. എല്ലാവർക്കും നമസ്കാരം. എന്നാ എല്ലാവരും വേഗം പറഞ്ഞോളൂ, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? I am Mr. Snow and this is my show. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവര് മോഷ്ടിച്ച സാധനങ്ങൾ എന്റെ ഈ ഗോഡൌണിൽ വെക്കാറുണ്ട്. എന്നിട്ട് ഈ കളവിന്റെ കാര്യം ഒന്ന് ശാന്തമാകുമ്പോൾ അവരെന്റെ ഗോഡൌണിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. എന്നിട്ട് എനിക്ക് ഇതിന്റെ ഒക്കെ കമ്മീഷനും തരും അവര്. കൂട്ടുകാരെ, പിടിക്കവരെ. ഇനിയിപ്പോ ഇവര് പുറത്തു പോകാൻ പാടില്ല. ഇടരുത് അവരെ. എന്റെ അമ്മോ, എന്റെ കഥ തീർന്നു. ഇതെന്താ ഞങ്ങള് വല്ല പന്താണോ തട്ടി കളിക്കാൻ? അല്ല, ഇനിമാരെന്താ ഈ കാണിക്കുന്നേ? എന്താ ഈ മഞ്ഞുകെട്ടയ്ക്കുള്ളിലും ആളോടെന്നാണോ പറയുന്നത്? തിരിച്ചങ്ങോട്ട് വലിച്ചെറിയ. വേണ്ട. സുഹൃത്തുക്കളല്ലേ, ഞങ്ങൾ ഇതിലിട്ട് കളിക്കുന്നത് നിനക്ക് നന്നായിട്ടുണ്ടോ? അയ്യോ എന്റെ ബ്രോ ചങ്കേ. Stop in the name of law. Cha. Yeah. Come on. അയ്യോ വേണ്ട വേണ്ട, അത് വളരെ വിലപിടിപ്പുള്ള സാധനമാ. എറിയല്ലേ. 25,000 രൂപയുടെ നഷ്ടം. 50,000 നഷ്ടം. നിർത്ത് നിർത്ത്. ഇത് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഓൾറെഡി 1 മില്യൺ രൂപയുടെ നഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു നിങ്ങള്. നോ മോർ ഫൈറ്റ് പ്ലീസ്. ആരൊക്കെ ഇതിവിടെ വെച്ചിരിക്കുന്നെന്ന് വെച്ചാ അവന്മാരെന്നെ തീർത്ത് കളയും. അതിന് നല്ലത് സറണ്ടർ ചെയ്യുന്നതാണ്. ചേട്ടാ, കണ്ടില്ലേ? മല കയറി നമ്മൾ എന്തുമാത്രം ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിക്കാൻ വല്ലതും ഇരിപ്പുണ്ടേ തരൂ. അതിനുശേഷം ഞങ്ങൾ നിന്നെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം. എന്ന് പറയുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.